എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് നല്ലൊരു കറിയുടെ റെസിപ്പി ആട്ടോ. ചോറിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു വെണ്ടയ്ക്ക തക്കാളി കറിയുടെ റെസിപ്പിയാണ്. അപ്പൊ ദാ ഈ ഒരൊറ്റ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒരു പ്ലേറ്റ് നിറയെ ചോറ് സുഖമായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ വെണ്ടയ്ക്ക പതുക്കെ ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ ആകെ അങ്ങോട്ട് കലങ്ങി പോകും, കുഴഞ്ഞു പോകും നമ്മുടെ വെണ്ടയ്ക്ക. അപ്പൊ ദാ വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ ശരിക്കും ഒന്നും കൂടെ മൊരിയിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ പതുക്കെ വെണ്ടയ്ക്ക ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാറില്ലേ, അതേപോലെ ചെയ്താൽ മതി. ഇനിയിപ്പോ കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് മാറി വരുമ്പോൾ മീഡിയം സൈസുള്ള ഒരു സവാള നീളത്തിൽ തീരെ കനം കുറച്ച് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാവേ. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ പച്ചമുളക് നന്നായിട്ട് മാറി ശരിക്കും നമ്മുടെ സവാളയൊക്കെ ഒന്നും കൂടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ പൊടികളായിട്ട് ഒരു അര ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ എടുത്ത് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇപ്പൊ എരിവുള്ളതും അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമുളക് നന്നായിട്ട് മാറി വരുമ്പോൾ മീഡിയം സൈസിലെ 2 തക്കാളി ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മസാലയൊക്കെ ആയിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ശരിക്കും ഒന്നും കൂടി മൂടി വെച്ച് തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. തക്കാളിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്നും കൂടി വെന്ത് വന്നോളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് കലങ്ങി കുഴഞ്ഞൊന്നും പോവണ്ട. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂട് കയറി വാടി വന്നാൽ മാത്രം മതി. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആ വെണ്ടയ്ക്കയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ശരിക്കും ഒന്നും കൂടി ചൂടായി വരുന്നവരെ ഒന്നും കൂടി മൂടി വെക്കാം. ഗ്യാസ് ഈ സമയമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകിയതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി വെള്ളം ചേർത്ത് ശരിക്കും ഒന്നും കൂടി തിളപ്പിച്ച് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനിയിപ്പോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കറിയിലേക്ക് കുറച്ച് കടുകും കൂടി താളിച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടി മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് താളിച്ച് ചേർത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള വെണ്ടയ്ക്ക തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി കറി തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി നല്ല ചൂടൻ ചോറിന്റെ സൈഡിലേക്ക് ഒരൊറ്റ കറി കൂട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.